ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നറൂട്ടോ സീസൺ 1ലെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തില് പാവം നമ്മുടെ കുടിയനമ്മാവൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജാണ് കാണിക്കുക. ഇനി എങ്ങാനും വില്ലൻ നമ്മുടെ കുടിയനമ്മാവനെ തല്ലിക്കൊന്നാലോ എന്ന് കരുതിയിട്ട് ഗടാമുണ്ടയായിട്ടുള്ള നമ്മുടെ സാക്കുറ പെങ്കൊച്ചിനെ ആളുടെ സെക്യൂരിറ്റിക്ക് കൂടെ തന്നെ നിർത്തും. പക്ഷെ അവള് ബോറടിച്ച് കോട്ടുവായിട്ട് കിടന്നുറങ്ങുന്ന കണ്ട നമ്മുടെ കുടിയനമ്മാവൻ ഇങ്ങനെ നീ കുറച്ചുകൂടെ നേരം കിടന്നുറങ്ങുകയാണെങ്കിൽ മിക്കവാറും വില്ലന്മാരെന്റെ കഥ കഴിക്കും. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ചെക്കന്മാരെവിടെയും ചോദിക്കുമ്പോ അവള് വലിയ ജാടയില് അവരിപ്പോഴും ആ ഒരു മരം കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സില്ലി ബോയ്സ് എന്ന് മറുപടി പറയും. എന്നാലും ഇതെങ്ങനെ ഈ മണ്ടത്തി മാത്രം ആ ഒരു മിഷൻ വിജയിച്ചു എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ പെങ്കൊച്ചിന് കലിപ്പ് കേറി വരും. പാലം പണിയുന്ന നമ്മുടെ കുടിയനമ്മാവന്റെ ഒരു വേലക്കാരൻ വന്ന്, ഇനി എനിക്ക് ഈ ഒരു പാലം കെട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാവില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവൻ കൊന്നുകളഞ്ഞു, ഇത്രയും നാള് അവൻ എന്നെ ജീവനോടെ വെച്ച് തന്നെ ഭാഗ്യം, സോ ഞാൻ ഇനി ഇല്ല എന്ന് തുറന്നു പറയും. നീ പാതി വഴിക്ക് ഇതിട്ടിട്ട് പോയാല് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ല. ഈ ബ്രിഡ്ജ് അത് കംപ്ലീറ്റ് ചെയ്താല് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്കും അടുത്ത ഗ്രാമത്തിലുള്ളവർക്ക് ഇവിടേക്ക് വരാൻ സാധിക്കും. നമുക്ക് ആവശ്യമായതൊക്കെ ഈ പാലം വഴി നമുക്ക് സ്വന്തമാക്കാം. പക്ഷെ അതിനുവേണ്ടി എനിക്ക് എന്റെ ജീവൻ തരാൻ സാധിക്കില്ല എന്ന് തൊഴിലാളി വീണ്ടും മുതലാളിയുടെ അടുത്ത് പറയും. യു ആർ അൺബിലീവബിൾ, ഇനി മേലാല് നിന്നെ എന്റെ കണ്ണിന്റെ മുൻപിൽ കണ്ടുപോരെന്ന് പറഞ്ഞിട്ട് കുടിയനമ്മാവൻ അയാളെ ഓടിച്ചു വിടുമ്പോ പാവം നമ്മുടെ പെങ്കൊച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ അത് നോക്കി നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നമ്മുടെ ചെക്കന്മാര് വൈകുന്നേരം ആയിട്ട് പോലും ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആരാദ്യം ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള മത്സരത്തിലാണ് രണ്ടുപേരും. യാഹൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി മരത്തെ കയറും, അതുപോലെ താഴെ വീഴും. ഈ ഒരു പ്രക്രിയ മണിക്കൂറുകളോളം മുൻപോട്ട് പോകുമ്പോ ടാസുനെയും നമ്മുടെ പെങ്കൊച്ചും എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് ടൗണിലെത്തും. പട്ടണമാകെ കരിഞ്ഞുണങ്ങി വരണ്ട അവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും പട്ടിണി, ദാരിദ്ര്യം, ഭക്ഷണമില്ലായ്മ, ഒരു ഉന്മേഷവും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ കണ്ട് നമ്മുടെ പെങ്കൊച്ചിന് ശരിക്കും സങ്കടം വരും. രണ്ടുപേരും അവിടെയുള്ള ഒരു പച്ചക്കറി കട കയറുമ്പോ സ്വർണ്ണക്കടയിൽ വെച്ചതുപോലെ 2 ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒക്കെ ചില്ലുകൂട്ടില് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വാങ്ങാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതെന്നറിയാതെ പെങ്കൊച്ച് ടാസുനെ നോക്കുന്ന അതേ ഗ്യാപ്പില് അവളുടെ വീർത്തിരിക്കുന്ന ബാഗില് എന്തോ ഉണ്ടെന്ന് കരുതി ഒരു മൊട്ടപ്പൻ ബാഗിൽ തൊടുമ്പോ അറിയാതെ കൈയൊന്ന് സ്ലിപ്പായി അവളുടെ നിതമ്പത്തിൽ കൊള്ളും. കാല് കറക്കിയെടുത്ത് അവന്റെ മൊട്ടത്തലക്കിട്ട് ഒരൊറ്റ തൊഴി കറങ്ങി അടിച്ച് അവൻ താഴെ വീഴുമ്പോ ദാണ്ട് കിടക്കുന്നു വേറെ ആരോ പിന്നെ അവളെ തോണ്ടു. ഓഹോ, ഇത് തീർന്നില്ല എന്ന് കരുതി അടുത്തവനെ അടിച്ച് പഞ്ഞിക്കിടാൻ നോക്കുമ്പോ അതൊരു കുഞ്ഞു കുട്ടിയായിരിക്കും. ഹായ് ആന്റി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് ചോദിക്കുമ്പോ നമ്മുടെ പെങ്കൊച്ചിന് ഒരുപാട് സങ്കടമായിട്ട് അവളുടെ ബാഗിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സും മിഠായും എല്ലാം തന്നെ ആ കുഞ്ഞിന് കൊടുക്കും. ഹായ്, താങ്ക് യു എന്നും പറഞ്ഞ് നമ്മുടെ കൊച്ചു ചെറുക്കൻ അവിടുന്ന് ഓടുമ്പോ ഇതിനെല്ലാം കാരണം അവനാണ്, ആ ദുഷ്ടൻ. ഈ അവസ്ഥയ്ക്ക് ഒരു മോചനം വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ പാലം എനിക്ക് കെട്ടി തീർത്തേ പറ്റൂ. പാലത്തിന്റെ പണി കഴിഞ്ഞാല് ജനങ്ങൾക്ക് ഒരിക്കലും ആ വില്ലനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ സൈത്താനെ അവനെ തല്ലി ഓടിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ ബ്രിഡ്ജ് പണിയും. എനിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ പിള്ളേര് മാത്രം മതി എന്ന് പറയുമ്പോ കാട്ടില് നമ്മുടെ ചെക്കന്മാര് ഇപ്പോഴും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സാസുക കുറെ അധികം കേറുന്ന കാണുമ്പോ നറൂട്ടോയ്ക്ക് കലിപ്പടിക്കും. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ഇത്ര നേരം അവര് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പരസ്പരം തോൽപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. നമ്മുടെ പെങ്കൊച്ച് ഇത്തരത്തിലൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചക്രാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കയറിയതുകൊണ്ടാണ് അവൾക്ക് ഈസി ആയിട്ട് അത് സാധിച്ചത്. കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാക്കാസയ്ക്ക് വന്ന പോലെ തന്നെ ആ ഒരു ചക്രാസ് അവന്റെ കാലിൽ വരുത്തി മരത്തിലേക്ക് പതിയെ കയറുമ്പോ ദാ കിടക്കുന്നു നറൂട്ടോന്ന് ഒരൊറ്റ വിളി. നറൂട്ടോ തിരിഞ്ഞു നോക്കും, അത് മറ്റാരുമല്ല സസൂക്കയാണ്. ഓ, ഞാൻ ഇത്ര നേരം വെറുതെ ഇരുന്നപ്പോ നിനക്ക് വിളിക്കാൻ തോന്നിയില്ല, ഇപ്പൊ എന്തിനാ നീ എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോ അത് നിനക്ക് നേരത്തെ നമ്മുടെ പെങ്കൊച്ച് എന്തോ ഒരു ടിപ്സ് പറഞ്ഞു തന്നില്ലായിരുന്നോ, അതെനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോ അങ്ങനെ അവനിപ്പോ ആദ്യമായിട്ട് നറൂട്ടോടെ ഹെൽപ്പ് ചോദിച്ചു. നമ്മുടെ കുട്ടപ്പന് അത് കേട്ട് ഒരുപാട് സന്തോഷം ആവുമെങ്കിലും അത്ര സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴെന്താ പോയി പണി നോക്കണമെന്ന് പറയുമ്പോ സസൂക്കയ്ക്ക് ഒത്തിരി ദേഷ്യം വന്ന അവനെ തറപ്പിച്ചു നോക്കും. നറൂട്ടോയും വിട്ടുകൊടുക്കാതെ തിരിച്ച് അവനെയും തറപ്പിച്ചു നോക്കും. അങ്ങനെ നോക്കി സന്ധ്യയായി എല്ലാവരും ഒരുമിച്ചിരുന്ന് കിട്ടിയ ആഹാരമൊക്കെ മൂക്കുമുട്ട് തട്ടുകയാണ്.
ഭക്ഷണം കഴിക്കുമ്പോ പോലും ഞാൻ കുറെ തട്ടും, നിന്നെക്കാൾ കൂടുതൽ ഞാൻ തിന്നു തീർക്കുന്നു പറഞ്ഞ് അവര് രണ്ടുപേരും മത്സരം വെക്കും. വളരെ കഷ്ടപ്പെട്ട് മേടിച്ച ആഹാര സാധനങ്ങള് ഇപ്രകാരം തിന്നുന്ന കണ്ടിട്ട് നമ്മുടെ പെങ്കൊച്ചിന് ദേഷ്യം വർദ്ധിച്ച് അവള് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോയില് ഒരാളുടെ പോഷൻ മാത്രം കീറിയെടുത്തത് കണ്ട് അതാരാണെന്ന് നമ്മുടെ പെങ്കൊച്ച് കുടീനങ്ങളുടെ മോളോട് ചോദിക്കുമ്പോ അത് മറ്റാരുമല്ല എന്റെ ഭർത്താവാണ്, ഈ നാട്ടിലെ തന്നെ ഹീറോ ആയിരുന്നു. അമ്മ കഥ പറയുമ്പോ പൊടിക്കുപ്പിക്ക് കലിപ്പടിച്ച് അവൻ അവന്റെ കസാരൻ തള്ളിയിട്ട് അവിടുന്ന് പോവും. ഈ ചെക്കൻ എന്താ വട്ടുണ്ടോന്ന് ചോദിക്കുമ്പോ ടാസിനാവട്ടെ നമ്മുടെ പൊടിക്കുപ്പി എപ്പോഴും ഒരു ഫോട്ടോ നോക്കി കരയില്ലേ, അതവന്റെ ശരിയായ പപ്പയല്ല. പക്ഷെ അവര് രണ്ടുപേരും നല്ല ബോണ്ടാണ്, എപ്പോഴും കളിയും ചിരിയും തമാശയായിട്ട് ഒന്നിച്ചായിരിക്കും. അന്ന് സംഭവിച്ച ആ ഒരു കാര്യം, ആ ഒരു ഒറ്റ കാര്യമാണ് എന്റെ കൊച്ചുമോനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. എല്ലാവരും അപ്പൂപ്പനോട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ സംഭവം അറിയുന്നതിന് മുൻപ് ആദ്യം എന്റെ മകൻ ആരാണെന്ന് നിങ്ങൾ അറിയണം. ഈ നാടിന്റെ ഹീറോ അവൻ ആരായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എന്റെ കൊച്ചുമോൻ, അതായത് ആ പൊടിക്കൊച്ച്, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പട്ടിക്കുട്ടനുമായിട്ട് ഒരു പാലത്തിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ വേറെ ചില വില്ലൻ പിള്ളേര് വന്ന് അവന്റെ പട്ടിക്കുട്ടീനെ എടുത്ത് വെള്ളത്തിലിടും. അതിനുശേഷം അതിനെ രക്ഷിക്കാൻ അവന്റെ അടുത്ത് പറയും, ഇപ്പൊ എന്താ നിനക്ക് അവനെ വേണ്ടേ, പോയി രക്ഷിക്കേ. പക്ഷെ പാവം നമ്മുടെ പൊടിക്ക് നീന്തൽ അറിയാത്തോണ്ട് തന്നെ ആ ഒരു പട്ടിക്കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് വെള്ളം കുടിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് വെള്ളത്തിൽ മുങ്ങുന്ന കണ്ട് പൊടി വിറയ്ക്കുമ്പോ, നീയല്ലേ അതിന്റെ ഓണർ, പോയി എടുത്തിട്ട് വാടാന്ന് പറഞ്ഞിട്ട് ആ വില്ലൻ ചെക്കൻ നമ്മുടെ പൊടിക്കിട്ട് ഒരൊറ്റ തൊഴി. നീന്തലറിയാത്ത പാവം നമ്മുടെ പൊടിക്കുപ്പി ഇപ്പോ വെള്ളം കുടിച്ച് മുങ്ങി താഴുമ്പോ പട്ടിക്കുട്ടി കൂളായിട്ട് നീന്തി കരക്കേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. എന്താ ചെയ്യാന്നറിയാതെ പട്ടിക്കുട്ടിയെ നോക്കി നിൽക്കുന്ന നമ്മുടെ പൊടിയാവട്ടെ പതിയെ പതിയെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോവും. ഈ സമയത്ത് നമ്മുടെ വില്ലൻ ചെക്കന്മാരാവട്ടെ കരക്കേക്ക് കയറാൻ പോകുന്ന ആ ഒരു പട്ടിക്കുട്ടിയെ പിടിക്കാൻ അതിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി പോയി നമ്മുടെ പൊടിക്കുപ്പിയുടെ ബോധം പതിയെ മറിഞ്ഞു പോകുമ്പോ ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്ന് തന്നെ അവൻ കണക്ക് കൂട്ടും. കുറച്ചു സമയം കഴിഞ്ഞ് എന്തോ ഒരു വെയില് അവന്റെ കണ്ണിൽ തട്ടി കണ്ണു തുറക്കുമ്പോ ദാണ്ട് കിടക്കുന്നു നമ്മുടെ പൊടിക്കുപ്പി പുറത്ത് കരയില്. അവന്റെ അടുത്ത് വേറൊരാള് അവിടെ കുറെ മീനിനൊക്കെ ചുട്ട് അവനെ തൂക്കിയെടുത്ത് വെള്ളത്തിലിട്ട പിള്ളേരെ പച്ചത്തെറി പറഞ്ഞ് ആട്ടി ഓടിച്ചിട്ടുണ്ടാവും. പേടിക്കണ്ട, ഞാൻ നിന്റെ ഫ്രണ്ടാണ്, നിന്റെ ശത്രുക്കളെ എല്ലാവരെയും ഞാൻ ഓടിച്ചു, ദാ ഈ മീൻ കഴിക്കുന്നു പറഞ്ഞ് പൊരിച്ച ഒരു മത്തി കഷ്ണം നമ്മുടെ പൊടിക്കുപ്പി കൊടുക്കും. എനിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ടാണ് എന്റെ പപ്പിയെ ഞാൻ രക്ഷിക്കാൻ നിന്നത്. പക്ഷെ ഞാൻ വെള്ളത്തിൽ വീണപ്പോ അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യാതെ ഈസി ആയിട്ട് നീന്തി കരയ്ക്ക് കയറി. ഏയ് ഡോണ്ട് വറി, നിനക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഞാൻ തരാം. നീ തീരെ കുഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ വലുതാകുമ്പോഴേക്കും നിനക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. ആരെയും ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ തോറ്റു പോകാതെ മുൻപോട്ട് മുന്നേറി വരണം. അവന്റെ അഡ്വൈസ് കേട്ട് നമ്മുടെ പുളിക്കൊപ്പി ശരിക്കൊന്ന് ഉഷാറാവും. ഈ അഡ്വൈസ് കൊടുത്തവന്റെ പേര് കൈസ എന്നാണ്. വേറൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഈ ഗ്രാമത്തില് മീനൊക്കെ പിടിച്ചാണ് കൈസ ജീവിക്കുന്നത്. ഈ പൊടിക്കുപ്പിയുടെ യഥാർത്ഥ പപ്പ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചു പോയതാണ്. ആ കാര്യം പൊടിക്കുപ്പിയെ അറിയിപ്പിക്കാതെയാണ് ഇത്രയും നാള് അവനെ വളർത്തിക്കൊണ്ടു വന്നത്. ഇപ്പൊ നമ്മുടെ കൈസ ആ ഒരു വലിയ വിടവ് നികത്തി അവന്റെ അച്ഛനായിട്ടാണ് അവനെ സ്നേഹിക്കുന്നതും കൂട്ടുകൂടുന്നതും ഒപ്പം കളിക്കുന്നതും. ഗ്രാമത്തില് ഒരുപാട് സഹായങ്ങള് അവൻ ചെയ്തു കൊടുത്തു. ഗ്രാമത്തില് ഒരു ധീരനായിട്ട് വളർന്നു വന്ന കൈസയ്ക്ക് അധിക നാള് പിടിച്ചു നിൽക്കാനായില്ല. തുടർച്ചയായ മഴയില് ഒരിക്കലും ഡാം പൊട്ടിയപ്പോ പേടിച്ചരണ്ടു നിന്ന ജനങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരത്തിനായിട്ട് കൈസ പുറത്തേക്ക് വന്നു. വലിയ ഒഴുക്കില് നദിയുടെ എതിർവശത്ത് ചെന്ന് ആ ഒരു വലിയ തടിക്കഷ്ണം കയറിട്ട് കെട്ടി അമിതമായി പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് ഒരു തട കെട്ടണം. ആരും തന്നെ പേടിച്ചിട്ട് നദിയുടെ ഏഴയിലെ തടുക്കാൻ നിൽക്കുമ്പോ കൈസ ആവട്ടെ ധീരനായിട്ട് ഒരു കയറുമായി വെള്ളത്തിനടുത്തേക്ക് വരും. വേണ്ടാ, പോകരുത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അവനെ വിലക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും തന്നെ മൈൻഡ് ചെയ്യില്ല. വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ കൈസ ആവട്ടെ എതിർവശം നോക്കി നീന്തി വളരെ കഷ്ടപ്പെട്ട് ആ ഒരു മരം ഹോൾഡ് ചെയ്യും. പൊടിക്കുപ്പിക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും കൈസ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ ആലോചിച്ച് അവന്റെ പേര് വിളിച്ച് ചിയർ ചെയ്യും. കുറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പാവം നമ്മുടെ കൈസ ആ ഒരു കാര്യം സക്സസ്ഫുൾ ആക്കും. അങ്ങനെ ഗ്രാമത്തിന്റെ ഹീറോ ആയിട്ട് കൈസ മാറുന്ന സമയത്താണ് വില്ലന്റെ കണ്ണുകള് ഗ്രാമത്തിന്റെ നേർക്ക് വരിക. കൈസയാണ് ഗ്രാമത്തിന്റെ രക്ഷകൻ എന്ന് മനസ്സിലാക്കിയ വില്ലനാവട്ടെ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരുപാട് പേർ ചേർന്ന് അവനെ തല്ലിക്കൊല്ലും.
ആരെങ്കിലും വില്ലൻ പറയുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ ഗതിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞ് കൈസയെ ഒരു കുരിശിൽ തറച്ച് ഗ്രാമത്തിന്റെ നടുക്കുകൊണ്ട് പ്രതിഷ്ഠിക്കും. കൈസയെ അത്രയും വലിയ ജനക്കൂട്ടത്തിന്റെ മുൻപിൽ വെച്ച് ഒരു പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് വലിയ ആളുകൾക്ക് പോലും കണ്ടു നിൽക്കാനാവുന്നില്ല. അപ്പൊ പിന്നെ പാവം നമ്മുടെ പൊടിക്കുപ്പിയുടെ കാര്യം പറയാനുണ്ടോ? ഡാഡി ഡാഡി എന്ന് വിളിച്ച് അവൻ അലറിക്കൊണ്ടേയിരിക്കും. അത്രയും ഡയലോഗ് അടിച്ച് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടും കൈസയെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു നാട്ടുകാര് പോലും അവനെ രക്ഷിക്കാൻ തയ്യാറായില്ല. അന്നു മുതലാണ് നമ്മുടെ പൊടിക്കുപ്പിക്ക് ഓവർ ഡയലോഗ് അടിക്കുന്ന ഒരുത്തനെ പോലും ഇഷ്ടമല്ലാതായത്. കഥയെല്ലാം കേട്ട് കലിപ്പടങ്ങിയ നമ്മുടെ നറൂട്ടോ ആവട്ടെ, ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് 2 സ്റ്റെപ്പ് വെക്കുമ്പോ തന്നെ തകർന്നടിഞ്ഞ് താഴെ വീഴും. ചക്രാസ് ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചക്കർ ഇപ്പൊ ടയേർഡാണ്. ഇനി ഒരു അടി എടുത്തു വെച്ചാല് ആളുടെ കാറ്റ് പോവും. ഹീറോസ് അവർ ഒരിക്കലും നശിക്കില്ല. യഥാർത്ഥ ഹീറോ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നറൂട്ടോ ഏന്തി വലിഞ്ഞ് എണീക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.